ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കുറച്ചധികം മെസ്സേജസുകൾ ഫേസ്ബുക്ക് വഴി റിക്വസ്റ്റുകൾ വന്നൊക്കെ നമ്മൾ ചാനൽ തുടങ്ങി അക്സെപ്റ്റ് ചെയ്തു. അല്ലാണ്ട് എനിക്ക് അറിയാവുന്നത് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് അയക്കുന്നത് അക്സെപ്റ്റ് ചെയ്തില്ല. ആരൊക്കെയാണ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ്. പേഴ്സണൽ അക്കൗണ്ട് ആയിരുന്നു. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരും കുറേ അധികം മെസ്സേജസ് ഇട്ടേക്കുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനതൊരു ചെറിയ ഷോർട്സ് ആയിട്ട് തന്നെ എല്ലാവർക്കും റിപ്ലൈ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ ആരാണ്, എന്താണ്, എവിടെയാണ് താമസം, ജോലി എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇവർ നോർമലി മെസ്സേജ് അയക്കുന്നതും നമ്മളിങ്ങനെ കോളൊക്കെ ചെയ്യുന്നത്. കാരണം മെസ്സേജ് റിപ്ലൈഡ് അയക്കുമ്പോൾ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ ഫേസ്ബുക്ക് പോലെയുള്ള ഇൻസ്റ്റഗ്രാമിലും കയറുന്നുള്ളൂ. കാരണം ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് അപ്പോഴേ പോസ്റ്റ് ചെയ്ത ശേഷം ഞാൻ അങ്ങ് ഇറങ്ങുന്നുണ്ട്. പിന്നെ കാരണം സമയമാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. സമയമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ എപ്പോഴും ഓൺലൈൻ വന്നു കഴിഞ്ഞാലും എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടുന്നില്ല. ആ സമയത്ത് തന്നെ ഇഷ്ടംപോലെ കോളുകളും മെസ്സേജസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോളുകൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്ത് ഞങ്ങളെ പറ്റി വിചാരിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും സാഹചര്യം ഇതാണ്. ജസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ കയറുന്ന സമയത്താണ് നിങ്ങളുടെ മെസ്സേജസും കോളുകളൊക്കെ വരുന്നത്. അപ്പൊ ഏകദേശമുള്ള എല്ലാവരുടെയും ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ ഹായും ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നിങ്ങളുടെ വീട് എന്നൊക്കെയാണ് അറിയാം. നമുക്ക് കാണും ക്യൂരിയോസിറ്റി, എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക്. അപ്പൊ ഞാൻ എന്നെപ്പറ്റി ഒരു ബ്രീഫ് ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. സ്റ്റോറി അല്ല, എന്നെപ്പറ്റി എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു രീതി പറയാം. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. എൻ്റെ പേര് ആര്യ എന്നാണ്. എൻ്റെ വീട് ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത്, എല്ലാവർക്കും അറിയണമെന്നില്ല, അതുകൊണ്ട് വിശദമായിട്ട് പറയുന്നത്, ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് കിളിമാനൂർ റോഡിലെ കടവിള പാറമുക്ക് അങ്ങനെ പറയുന്ന ഒരു ഏരിയയിലാണ്. കടവിള കഴിഞ്ഞ് പാറമുക്ക് എന്നുള്ള ഏരിയയിലാണ് എൻ്റെ വീട്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു ചേട്ടനുണ്ട്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു. വൈഫ് ആലപ്പുഴ നിന്നാണ്. അപ്പൊ നമ്മൾ ആലപ്പുഴ എന്നുള്ള വീഡിയോസ് ഒക്കെ ഇട്ടേക്കുന്നത് അപ്പൊ അവരുടെ വീട്ടിൽ പോകുമ്പോഴുള്ള വീഡിയോസ് ഒക്കെയാണ്. അച്ഛൻ ചെറിയ ചെറിയ ജോലികൾ, സെക്യൂരിറ്റി പണി, അങ്ങനെ കുറച്ച് ജോലികളും, വണ്ടിയിൽ ചെക്കർ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അമ്മ വേറെ ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. തയ്യലായിരുന്നു, ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, തയ്യലൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മയും അച്ഛനും വീട്ടിൽ അവിടെയാണ്. എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഞെക്കാടാണ്. ഞെക്കാട് ഞെക്കാട് നമ്മുടെ സ്കൂളിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ ആയിട്ട് വരും. ഉള്ളിലോട്ടാണ് ഇച്ചിരി. അവിടെ തന്നെ കല്യാണം കഴിച്ചിട്ട് വന്നത്. കല്യാണം കഴിച്ച ആള് നിഷ എന്നാണ് പേര്. നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്. ഗൾഫിലായിരുന്നു. എനിക്കൊരു മോനുണ്ട്. മോന്റെ പേര് ധ്യാൻ എന്നാണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടായിരിക്കും. അവൻ വന്ന് ഇടയ്ക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് പോയതാണ്. കഥ പടച്ചിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ എന്തെന്ന് അറിയാൻ വേണ്ടി വരുന്നത് ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനൊരു ഇതിന് നിങ്ങളുടെ എല്ലായിടത്തും ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിറങ്ങിയത്. അപ്പൊ ഇവിടെ പറഞ്ഞെത്തി. അപ്പൊ ഞെക്കാടാണ്. നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. ഖത്തറിലായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വിപ്രോയിലായിരുന്നു നെറ്റ്വർക്ക് എഞ്ചിനീയർ. പിന്നെ അതിനുശേഷം ഗൾഫിൽ പോയി. ഗൾഫിൽ 8 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിൽ തന്നെയാണ്. അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം. വൈകുന്നേരം 6:30 മുതൽ രാവിലെ വരെയാണ് ജോലി. അപ്പോൾ പുള്ളിക്കാരൻ വീട്ടിൽ തന്നെയുണ്ട്. മോനുണ്ട്. മോൻ ഇവിടെ ഞെക്കാട് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലെ ഒരു മെയിൻ നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നിന്ന് ഒരു ഫ്രാഞ്ചൈസി കല്ലമ്പലത്തോട്ട്. കല്ലമ്പലത്ത് ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഓഫീസ് കല്ലമ്പലത്ത് നിന്ന് പാലച്ചിറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എത്രയൊക്കെ ഉള്ളൂ ഇതിനെ പറ്റിയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ. അവിടെ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് സെക്ഷൻ കൂടെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷം ആവുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങി തൊട്ട് ജോലിക്ക് കയറിയ കാരണം ഞാൻ ഹയർ സ്റ്റഡീസിനായിട്ട് ഒന്നും പോയിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞോണ്ട് കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ ഏകദേശം 1 വർഷം മോനായി. അതിനുശേഷം ഞാൻ ജോലിക്ക് ഡയറക്റ്റ് കയറാണ് ചെയ്തത്. അപ്പം ഏകദേശം മൊത്തത്തിൽ ഒരു ജോലിക്ക് കയറിയിട്ട് ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പൊ തന്നെ ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ കുടുംബം പോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ അന്ന് പോലെ ഞാൻ ഉണ്ട്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ എനിക്ക് ഇപ്പം അടുത്താണ്. ഏകദേശം ഒരു 10-15 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അക്കൗണ്ട്സ് ഫീൽഡ് ഇഷ്ടമായതുകൊണ്ട് തന്നെ അതിൽ തന്നെ തുടരുന്നുണ്ട്. പുറത്ത് വേറെ മാറി നോക്കുന്നില്ല ഇപ്പൊ തൽക്കാലം. അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. നമ്മളൊരു ഫാമിലി പോലെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എന്നെ പറ്റിയുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഞാൻ പഠിച്ചത് കൂടെ പറയാം. ഞാൻ പഠിച്ചത് ഞങ്ങളുടെ വീട്ടിനോടൊക്കെ പാറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രതിഭ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ എന്താ പേര് മറന്നില്ല, നമ്മുടെ കൊടുവഴിഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് +1 +2 RRV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത്. രാജരവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ചെമ്പഴന്തി കോളേജിലാണ്. ചെമ്പഴന്തി SN കോളേജ്. നമ്മുടെ ഡിഗ്രി സ്റ്റഡീസ് ഞാൻ BCom ആണ് എടുത്തത്. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെ ടാലിയുടെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ജോലി എന്നുള്ള രീതിയിൽ കിട്ടിയ ആ സമയത്ത് തന്നെ ജോലി കയറിയത് ആ ഒരു പ്രൊഫഷൻ ആ രീതിയിൽ എടുത്തുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ എടുത്ത പ്രൊഫഷനാണ് ഞാനത്.
അപ്പം ആ ഒരു രീതി തന്നെ എനിക്ക് ജോലി ചെയ്യാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. ആ രീതി തന്നെ ഹാപ്പി ആയിട്ട് പോകുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു. ഞങ്ങൾ വീട് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 3 വർഷമായി ഞങ്ങളോട് താമസിക്കുന്നുണ്ട്. എന്നെ കൊണ്ടുവന്ന വീട്ടിൽ ഒരു അമ്മാവ മാത്രമേ നമുക്കുള്ളൂ. ഈ വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കുടുംബ വീട് വരുന്നത്. പിന്നെ നിഷാന്റെ ചേച്ചി ഉണ്ട്. ചേച്ചി കൊല്ലത്താണ്. അപ്പൊ അവിടെയൊക്കെ പോകുന്ന വീഡിയോസ് ഞങ്ങൾ ഇടയ്ക്കിടുന്നത് നിഷാന്റെ ചേച്ചി ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെ ചേച്ചി ആരുടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെ ചേച്ചിയാണ്, ഹരിയുടെ ചേച്ചിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിഷാന്റെ ചേച്ചിയാണ്, നാത്തൂനാണ്. ചേച്ചി കൊല്ലത്താണ് താമസിക്കുന്നത്. അവർക്കൊരു മോനുണ്ട്, അളിയനുണ്ട്. അളിയൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അളിയൻ വെച്ച വീടാണ് നമ്മുടെ ഇത്. ഞാൻ വീട് മൊത്തത്തിലൊരു എന്താ ഹോം ടൂർ പോലെ ചെയ്യാനൊക്കെ നോക്കാം, പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഹോം ടൂറൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനാണ് ഫുൾ കൺസ്ട്രക്ഷൻ വീടെല്ലാം ചെയ്തതും എല്ലാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഞാൻ കമന്റ് വായിച്ചിട്ട് നിങ്ങൾക്കുള്ള റിപ്ലൈ കമന്റ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഒക്കെ ചെയ്താൽ കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവരും മിസ് ചെയ്താൽ കാണുക, വീഡിയോസ് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശിച്ചുകൊണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞങ്ങൾ എല്ലാവരും വായിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ.